വാഹനാപകടം തകർത്തെറിഞ്ഞത് ഒരു 13-കാരന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ്. തിരുവനന്തപുരം സ്വദേശി അഭിനവ് കോമാവസ്ഥയിലായിട്ട് 1 മാസം പിന്നിട്ടു. തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ വലയുകയാണ് ഈ നിർധന കുടുംബം. തുള്ളിച്ചാടി സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി വിശേഷങ്ങൾ പറഞ്ഞിരുന്ന മകൻ അവനൊന്ന് എഴുന്നേൽക്കുന്നതും കാത്ത് നിറകണ്ണുകളോടെ 1 മാസമായി കാത്തിരിക്കുകയാണ് ഈ അമ്മയും അച്ഛനും. ബന്ധുവിനോടൊപ്പം സ്കൂട്ടറിൽ പോയ മകൻ പിന്നീട് അവനെ വിചിത്രയും അജയനും കാണുന്നത് ഈ ഹോസ്പിറ്റൽ വരാന്തയിലാണ്. അമിത വേഗതയിലെത്തിയ കാറിടിച്ച് ബന്ധുവിനോടൊപ്പം അഭിനവ് റോഡിലേക്ക് തെറിച്ചു വീണു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അഭിനവ് 1 മാസമായി സ്വകാര്യ ആശുപത്രിയിൽ കോമാവസ്ഥയിലാണ്. ഭയങ്കര ഇഞ്ചുറി. അപ്പോൾ അത് ഡോക്ടർ പറയണമെന്ന് വെച്ചാൽ 6 മാസം അല്ലെങ്കിൽ 6 ആഴ്ച എത്രയാണെന്ന് പറയാൻ പറ്റില്ല. സഡൻ ഇമ്പ്രൂവ്മെൻറ്റ് പെട്ടെന്നുണ്ടാകാം. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിലാണ് എന്നാണെന്നൊന്നും പറയാൻ പറ്റില്ല. കണ്ണു തുറക്കുന്നത് ഇപ്പം ഇന്ന് 1 മാസമായി വന്നിട്ട്. നാട്ടുകാരും അഭിനവിന്റെ കൂട്ടുകാരും മറ്റ് സന്നദ്ധ സംഘടനകളും സഹായിച്ചാണ് ഇതുവരെയുള്ള ചികിത്സ മുന്നോട്ടു പോയത്. ചിരിക്കുന്ന മുഖവുമായി ഓടിവരുന്ന അഭിനവിന്റെ മുഖവും കാത്തിരിക്കുകയാണ് ഇവർ. ഏകദേശം 30 ദിവസം വരെ തന്നെ ICU വെന്റിലേറ്ററിലായിരുന്നു. അതിനുശേഷമാണ് വെന്റിലേറ്റർ റിമൂവ് ചെയ്തത്. ഇപ്പോഴും കോമ സ്റ്റേജിലും അങ്ങനെയാണ്. ചെറിയ മാറ്റങ്ങളുണ്ട്. എത്ര ദിവസം കഴിഞ്ഞ് കണ്ണ് തുറക്കാൻ കഴിയും ഒന്നും ഡോക്ടേഴ്സിന് ഇപ്പോഴും ഉറപ്പ് പറയുന്നില്ല. ഇതേപോലെ സ്വകാര്യ ഹോസ്പിറ്റലിൻ്റെ ബില്ലാക്കിൻ്റെ കാര്യമൊക്കെ നമുക്ക് അറിയാമായിരിക്കും. പിന്നെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ സഹായിച്ചു, സ്കൂൾ സഹായിച്ചു, പിന്നെ സുഹൃത്തുക്കളും അങ്ങനെയൊക്കെ പോകുന്നു. ഇന്ന് വരെ ഏകദേശം 13 ലക്ഷം രൂപയായിട്ടുണ്ട്. മകന്റെ തുടർ ചികിത്സയ്ക്കായുള്ള തുക എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ നിൽക്കുകയാണ് ഈ മാതാപിതാക്കൾ. ചികിത്സയ്ക്ക് വേണ്ടി എല്ലാം വിറ്റു. എന്നാൽ ഇനിയും ഭീമമായ ഒരു തുക അഭിനവിന്റെ ചികിത്സയ്ക്കായി ആവശ്യമാണ്. അതിനുവേണ്ടി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. അഭിനവ് വീണ്ടും സ്കൂളിലേക്ക് മടങ്ങിയെത്തുന്നതും കാത്തിരിക്കുകയാണ് ഒരു നാട് മുഴുവനും. ജനം, തിരുവനന്തപുരം.